ഞാൻ അവിടെ നിന്ന് വരുവാ. അപ്പോൾ ഇതെവിടെ വന്നപ്പോൾ ആന ഞാൻ കണ്ടു. ആന അതിലെ ഇങ്ങനെ ഓടി വരുന്നത്. ആന ഇവിടെ വന്നപ്പോഴേ എന്നെ കണ്ടു. സെക്കൻഡ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അടിച്ചു. ഞാൻ ദേ ഇവിടെ ഈ നട റോട്ടിലേക്ക് വീണു. ഇത് കീരമ്പാറ, അങ്ങ് ദൂരെ കാണുന്നതാണ് കുട്ടമ്പുഴ. ഇതുപോലെ മനോഹരമല്ല ഇവിടുത്തെ ഓരോ ജീവിതവും. ഏത് നിമിഷവും ഒരു വന്യമൃഗം വീട്ടിലേക്ക് കടന്നു വരാം, ആക്രമിക്കാം, തിരിച്ചു പോകാം. ഒട്ടും സുരക്ഷിതമല്ല ഇന്നിവരുടെ ജീവിതം. ഈ വണ്ടിയുടെ ഫ്രണ്ട് എല്ലാം തകർന്നു പോയി. അടി എനിക്കിട്ട് കൊള്ളാഞ്ഞ ഭാഗ്യം, ആയുസിൻ്റെ ബലം അത് തന്നെ. അല്ലെ ആന കനിവ് കാണിച്ചു, അല്ലെ ബാക്കി ഉണ്ടാവുമോ. വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഏതോ പാർട്ട് കൊണ്ട് എനിക്ക് ആഴത്തിൽ മുറിവുണ്ടായി. വലിയ മുറിവുണ്ടായി. ആന ഇവിടെ ഇട്ട് ഇങ്ങനെ ചവിട്ടി കൂട്ടാൻ വേണ്ടി ആനയുടെ ചോട്ടിൽ വീഴുന്നത് ആനയ്ക്ക് കാണത്തില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഭീകരജീവി ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പർവ്വതം പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ ഉരുണ്ട് മാറി. ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഈ ടാറയിൽ തലയടിച്ച് വീണിട്ടൊന്നും പറ്റിയില്ല. ഉരുണ്ട് മാറി കഴിഞ്ഞപ്പോഴേക്കും ആന എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറി. സർക്കാർ ഇതിൻ്റെ ധനസഹായമൊക്കെ ഉടനെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ DF അടക്കം ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫണ്ട് തീർന്നു പോയി, അലോട്ട്മെൻറ്റ് തീർന്നു, ഇനി അടുത്ത് വരട്ടെ എന്നാണ് പറഞ്ഞത്. എന്തായാലും എൻ്റെ ജീവൻ തിരിച്ചു തന്നതിന് ആനയ്ക്കും പപ്പിനും നന്ദിയുണ്ട്. അത് തന്നെയാണ് വലിയ കാര്യം. ഇവിടെ ഒരു കുത്ത് കിട്ടിയായിരുന്നു. ഇവിടെ ഒരു കുത്ത് ഈ കുത്താണ് നമുക്ക് ഏറ്റത്. 2 പ്രാവശ്യം എൻ്റെ ഭർത്താവ് പോയപ്പോൾ നമ്മൾ കോതംകുളത്തെ DF തരികയില്ലെന്ന് പറഞ്ഞു. വികലാംഗ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കെട്ടിയും പോന്നു. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. ഉരുളൻ തണ്ണിയിലെ വീട്ടിലേക്ക് രാത്രി നടന്നു പോകുന്ന വഴിയാണ് എൽദോസിനെ കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. തൊട്ടടുത്ത് തന്നെ വനംവകുപ്പിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷേ സഹായത്തിനെത്താൻ അവർക്ക് ഒരു വാഹനമുണ്ടായിരുന്നില്ല. ഒരാൾ മരണപ്പെട്ട അടിസ്ഥാനത്തിൽ നമുക്ക് വാഹനം തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ മുന്നോട്ടുള്ളൊരു നടപടിയോ വാഹനങ്ങളോ അവിടെ എത്തിയിട്ടില്ല. നമുക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ള വണ്ടി ഉണ്ടെങ്കിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഓടിയെത്താനായിട്ട് കഴിയും. വന ഉദ്യോഗസ്ഥരുടെ ബംഗ്ലാവുകൾ ഇതുപോലെ വൈദ്യുതി വേലിയാൽ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. സാധാരണക്കാരുടെ കാര്യമാണ് കഷ്ടം. അവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ഈ വൈദ്യുതി സുരക്ഷാ വേലിയുടെ കാര്യത്തിൽ ഇപ്പോഴും മെല്ലെപ്പോക്കാണ്. ഇവിടെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഫെൻസിങ്ങിൻ്റെ നമുക്ക് 4 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ടെൻഡറൊക്കെ വിളിച്ചതാണ്. പക്ഷേ ടെൻഡർ വിളിച്ചെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങളിൽ പോലീസ് വെൽഫെയർ സൊസൈറ്റിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഏതാണ്ട് 450 ദിവസത്തെ അവധി വെച്ചിട്ടാണ് ഒരു ടെൻഡർ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വിചിത്രമായ ഒരു ടെൻഡർ. ഇപ്പോൾ ഏതാണ്ട് 93 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ 93 ലക്ഷം രൂപയ്ക്ക് 5 കിലോമീറ്റർ 6 കിലോമീറ്ററെങ്കിലും ട്രെഞ്ച് താത്തിയാൽ അതൊരു ശാശ്വത പരിഹാരമായിരിക്കും. കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം ആൾക്കാർ കിടക്കാൻ ഒരു കിടപ്പടം ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഒരു ഉമ്മരം ഉണ്ടാക്കിയതും സ്ഥലങ്ങളും പ്രദേശങ്ങളും കൃഷി സ്ഥലങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വേദനയോടുകൂടി തന്നെ ഇറങ്ങുന്ന പ്രദേശവാസികളാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഉള്ളത്. കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗലത്തേക്കുള്ള വഴിയാണിത്. വന്യമൃഗശല്യത്തെ തുടർന്ന് ഒരുപാട് കുടുംബങ്ങൾ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് ഇതുവഴി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇവരുടെ പാത ഒരുപാട് പേർക്ക് പിന്തുടരേണ്ടി വരും. സർക്കാർ കൺതുറക്കെ കാണേണ്ട വിഷയമാണിത്. വിജേഷ് പുതുവാശ്ശേരിക്കും ബിനു പാവുമ്പയ്ക്കുമൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.